എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാളിദാസന്റെ അതിമനോഹരമായ ഒരു നാടകമാണ്, ശാകുന്തളം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പാഠം നമ്മളോട് പറയുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള തെളിഞ്ഞ നീലാകാശം, തിളങ്ങുന്ന പുഴകൾ, പിന്നെ നല്ല മണമുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും കിട്ടാറില്ലേ? നമ്മളെപ്പോഴും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം. ആ ഒരു ബന്ധമെങ്ങാനും നഷ്ടപ്പെട്ടാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. അപ്പോൾ നമ്മുടെ പൂർവികർ, പണ്ടുള്ള ആളുകൾ പ്രകൃതിയോടെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? അവർ പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ ശ്രമിച്ചിരുന്നോ? നമുക്ക് ഈ നാടകത്തിലൂടെ അതൊന്ന് കണ്ടു നോക്കാം. റെഡിയല്ലേ എല്ലാവരും? ഈ നാടകത്തിന്റെ പേര് ശാകുന്തളം എന്നാണ്. എഴുതിയത് മഹാനായ കവി കാളിദാസനാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ രംഗമാണ്, ദ ഹണ്ട്, അതായത് വേട്ട. ആദ്യം നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. പ്രധാന കഥാപാത്രം ദുഷ്യന്തൻ മഹാരാജാവാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തേരാളി, അതായത് ചാരിറ്റിയർ. പിന്നെ നമ്മുടെ നായിക ശകുന്തള. അവൾ കണ്ണു മഹർഷിയുടെ വളർത്തുമകളാണ്. ശകുന്തളയ്ക്ക് 2 കൂട്ടുകാരികളുണ്ട്. അവരുടെ പേരാണ് അനസൂയ എന്നും പ്രിയംവദ എന്നും. അപ്പോൾ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ദുഷ്യന്തൻ, തേരാളി, ശകുന്തള, അനസൂയ, പ്രിയംവദ. മനസ്സിലായല്ലോ? നാടകം തുടങ്ങുകയാണ്. രംഗം 1, വേട്ട. സ്റ്റേജിൽ എന്താ കാണുന്നതെന്നറിയാമോ? ഒരു തേരിലിരുന്ന് ദുഷ്യന്തൻ മഹാരാജാവ് ഒരു മാനിനെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. കൂടെ തേരാളിയുമുണ്ട്. അവരൊരു പുള്ളിമാനിനെ വേട്ടയാടുകയാണ്. തേരാളി രാജാവിനോട് പറയുന്നു, മഹാരാജാവേ, അങ്ങാ പുള്ളിമാനിനെ അമ്പെയ്തു വീഴ്ത്താൻ ഒരുങ്ങുകയാണെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, തേരാളി, ഈ മാൻ നമ്മളെ ഒരുപാട് ദൂരം ഓടിച്ചു. ഇപ്പോഴും അത് പേടിച്ച് കഴുത്തു വളച്ച് പിന്നോട്ട് നോക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ വരുന്ന നമ്മുടെ രഥം അതിന് മരണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പേടികൊണ്ട് അതിന്റെ ശരീരം പകുതിയായി ചുരുങ്ങിപ്പോയതുപോലെ തോന്നുന്നു. എന്റെ അമ്പ് വന്ന് വീഴുമോ എന്നത് എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന് നോക്കൂ. രാജാവ് ആ മാനിന്റെ ഓട്ടത്തെ വർണ്ണിക്കുകയാണ്. അത് കഴിച്ചുകൊണ്ടിരുന്ന പുല്ലൊക്കെ വായിൽ നിന്ന് താഴെ പോകുന്നു. അത് പേടിച്ച് ചാടിച്ചാടി ഓടുന്നത് കാണുമ്പോൾ അത് ഓടുന്നതുപോലെയല്ല, പറക്കുന്നതുപോലെയാണ് തോന്നുന്നത് എന്ന് രാജാവ് പറയുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കവനെ ശരിക്കും കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ മാൻ എത്ര വേഗത്തിലാണ് ഓടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തേരാളി പറഞ്ഞു, മഹാരാജാവേ, വഴി കുറച്ച് മോശമായതുകൊണ്ടാണ് ഞാൻ കുതിരകളെ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ മാനിന് മുന്നോട്ടു പോകാൻ അവസരം കിട്ടിയത്. ഇപ്പൊ നമ്മൾ നിരപ്പായ സ്ഥലത്തെത്തി. ഇനി അങ്ങേക്ക് എളുപ്പത്തിൽ അതിനെ പിടികൂടാം. തേരാളി രാജാവിന് ധൈര്യം കൊടുക്കുകയാണ്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നത്, ഒരു ശബ്ദം. അല്ലയോ രാജാവേ, ഈ മാൻ ആശ്രമത്തിലേതാണ്, അതിനെ കൊല്ലരുത്. ആ ശബ്ദം കേട്ടതും തേരാളി പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ അമ്പ് അതിന്റെ ദേഹത്ത് കൊള്ളാൻ പോയ സമയത്ത് തന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടി 2 സന്യാസിമാർ വന്നിരിക്കുന്നു. ഇത് കേട്ട ഉടനെ രാജാവ് പറഞ്ഞു, വേഗം വേഗം രഥം നിർത്തൂ. തേരാളി രഥം നിർത്തി. അപ്പോൾ ഒരു സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും അങ്ങോട്ട് വന്നു. സന്യാസി കൈയുയർത്തിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഈ മാൻ ഈ ആശ്രമത്തിലുള്ളതാണ്. എന്തിനാണ് അതിന്റെ മനോഹരമായ ശരീരം തീയിൽ പൂക്കൾ കരിഞ്ഞു പോകുന്നത് പോലെ നശിപ്പിക്കുന്നത്? ആ പാവം ജീവന് മൂർച്ചയേറിയതും മാരകവുമായ അമ്പ് എങ്ങനെ താങ്ങാൻ കഴിയും? അങ്ങയുടെ അമ്പ് ആവണാജിയിലേക്ക് തിരികെ വയ്ക്കുക. നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് വേദനിക്കുന്നവരെ രക്ഷിക്കാനാണ്, നിരപരാധികളെ കൊല്ലാനല്ല. സന്യാസിയുടെ വാക്കുകൾ കേട്ടോ, എത്ര അർത്ഥവത്താണ്. ഇത് കേട്ടപ്പോൾ ദുഷ്യന്തൻ എന്ന രാജാവ് എന്തു ചെയ്തു എന്നറിയാമോ? അദ്ദേഹം തലകുനിച്ച് വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങു പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നു. അദ്ദേഹം അമ്പ് തിരിച്ചെടുത്തു. ഇത് കണ്ടപ്പോൾ സന്യാസിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങയ്ക്ക് ചേർന്ന പ്രവൃത്തിയാണ്. രാജാക്കന്മാർക്കൊരു ഉത്തമ ഉദാഹരണമാണ് അങ്ങ്. രാജാവ് വീണ്ടും തലകുനിച്ചു പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ആ 2 സന്യാസിമാരും പറഞ്ഞു, രാജാവേ, ഞങ്ങൾ മരക്കളികൾ ശേഖരിക്കാൻ പോവുകയായിരുന്നു. ഇവിടെ മാലിനി നദിയുടെ തീരത്ത് കണ്വ മഹർഷിയുടെ ആശ്രമം അങ്ങയ്ക്ക് കാണാം. ശകുന്തളയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങ് അങ്ങോട്ട് പ്രവേശിച്ച് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കണം. ഇത് കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, കണ്വ മഹർഷി അവിടെ ഉണ്ടോ? സന്യാസിമാർ പറഞ്ഞു, ഇല്ല, അദ്ദേഹം അതിഥികളെ സ്വീകരിക്കാൻ മകളായ ശകുന്തളയെ ഏൽപ്പിച്ച് സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കാണാം.
അവൾ എന്റെ ഭക്തി കാണുകയും അത് മഹർഷിയെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് സന്യാസിമാർ പോയി. രാജാവ് തേരാളിയോട് പറഞ്ഞു, തേരാളി, രഥം മുന്നോട്ടു പോകട്ടെ. ആ പുണ്യ ആശ്രമം ഒന്ന് കാണുന്നത് നമ്മളെ ശുദ്ധീകരിക്കും. അങ്ങനെ രാജാവ് ആശ്രമത്തിലേക്ക് പോവുകയാണ്. ചുറ്റും നോക്കിയിട്ട് രാജാവ് പറയുന്നു, ആരും പറയാതെ തന്നെ അറിയാം ഇതൊരു പുണ്യ ആശ്രമത്തിന്റെ പരിസരമാണെന്ന്. തേരാളിക്ക് സംശയം, അതെങ്ങനെ അങ്ങേക്ക് മനസ്സിലായി? അപ്പൊ രാജാവ് ചുറ്റുമുള്ള കാഴ്ചകൾ വിവരിക്കുകയാണ്. അങ്ങ് കാണുന്നില്ലേ, മരങ്ങളുടെ ചുവട്ടിൽ തത്ത കുഞ്ഞുങ്ങളുടെ കൊക്കിൽ നിന്ന് വീണ നെൽമണികൾ കിടക്കുന്നു. എണ്ണയെടുക്കുന്ന കല്ലുകളിൽ ഇത്തിരി ബദാം എണ്ണ പറ്റിയിരിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തേക്ക് വരുമ്പോഴും പേടിച്ചോടാത്ത മാനുകൾ. ഇവയെല്ലാം ഈ സ്ഥലത്തിന്റെ ശാന്തതയും പരിശുദ്ധിയും കാണിക്കുന്നു. ഇത് കേട്ടപ്പോ തേരാളി പറഞ്ഞു, അതെ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മൾ ആശ്രമത്തിലെ സമാധാനം കളയരുത്. രഥം ഇവിടെ നിർത്തൂ, ഞാൻ ഇറങ്ങിക്കൊള്ളാം. അദ്ദേഹം തേരിലിറങ്ങി സ്വയം ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരാശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ എളിമയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. അദ്ദേഹം തന്റെ ആഭരണങ്ങളും വില്ലും ഊരി തേരാളിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവയെല്ലാം നീ എടുത്തോളൂ. രാജാവിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ എളിമയും ബഹുമാനവും നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? രാജാവ് ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമം? ശരി, ഞാൻ അകത്തേക്ക് പ്രവേശിക്കാം. അദ്ദേഹം ഉള്ളിലേക്ക് നടന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇതുവഴി വരൂ, പെൺകുട്ടികളെ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് രാജാവ് ശ്രദ്ധിച്ചു. ആശ്രമത്തിന്റെ വലതുഭാഗത്തുനിന്ന് ആരോ സംസാരിക്കുന്നതുപോലെ തോന്നുന്നല്ലോ. അദ്ദേഹം അങ്ങോട്ട് നടന്നു നോക്കി. ആഹാ, ഇതാ ആശ്രമത്തിലെ പെൺകുട്ടികൾ കയ്യിൽ വെള്ളം നിറച്ച കുടങ്ങളുമായി വരുന്നു. അവർ ചെറിയ മരങ്ങൾ നനയ്ക്കാനായി ഈ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. ഇത് കണ്ട് രാജാവ് എന്തു ചെയ്തെന്നോ? ഞാൻ ഈ മരത്തിന്റെ തണലിലേക്ക് മാറി നിന്ന് അവരെ കാത്തുനിൽക്കാം എന്നു പറഞ്ഞ് അദ്ദേഹം അവരെ നോക്കി നിന്നു. അപ്പോഴാണ് ശകുന്തളയും അവളുടെ 2 കൂട്ടുകാരികളും അങ്ങോട്ട് വരുന്നത്. അനസൂയ ശകുന്തളയെ കളിയാക്കി പറയുവാണ്, എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവളെ, കണ്വ മഹർഷിക്ക് നിന്നേക്കാണിഷ്ടം ഈ ആശ്രമത്തിലെ മരങ്ങളെയാണെന്നാണ്. നീ ഒരു മുല്ലപ്പൂവ് പോലെ മൃദുവാണ്. എന്നിട്ടും അദ്ദേഹം നിന്നോട് മരങ്ങൾക്ക് ചുറ്റും തടമെടുത്ത് വെള്ളമൊഴിക്കാൻ പറയുന്നു. ഇത് കേട്ട് ശകുന്തള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇത് അച്ഛൻ പറഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് ഇവയെല്ലാം എന്റെ സഹോദരിമാരെ പോലെയാണ് തോന്നുന്നത്. കണ്ടോ, ശകുന്തളയ്ക്ക് ചെടികളോടും മരങ്ങളോടുമുള്ള സ്നേഹം കണ്ടോ? അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മരങ്ങൾ നനച്ചു. അപ്പോൾ പ്രിയംവദ പറഞ്ഞു, ശകുന്തളെ, നമ്മൾ വേനൽക്കാലത്ത് പോക്കുന്ന മരങ്ങളെല്ലാം നനച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പൂക്കാലം കഴിഞ്ഞവയെ നനയ്ക്കാം. അത് കൂടുതൽ നല്ലൊരു പ്രവൃത്തിയായിരിക്കും. കാരണം നമ്മളൊരു പ്രതിഫലത്തിനും വേണ്ടിയായിരിക്കില്ല ആ ജോലി ചെയ്യുന്നത്. ശകുന്തള പറഞ്ഞു, എന്തൊരു നല്ല ആശയം. അവൾ അതും ചെയ്തു. മറഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജാവ് തന്നെത്താൻ പറയുന്നു, അപ്പോൾ ഇതാണ് കണ്വന്റെ മകൾ ശകുന്തള. രാജാവിന് അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ശകുന്തള മുന്നോട്ട് നോക്കിയിട്ട് കൂട്ടുകാരികളോട് പറഞ്ഞു, ഓ കൂട്ടുകാരി, ആ മാവ് അതിന്റെ കൊമ്പുകൾ കാറ്റിലാട്ടി എന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നുന്നു. ഞാൻ പോയി അവനെ കാണട്ടെ. അവൾ ആ മാവിന്റെ അടുത്തേക്ക് ചെന്നു. പ്രിയംവദ പറഞ്ഞു, ശകുന്തളെ, അവിടെ തന്നെ ഒരു നിമിഷം നിൽക്കൂ. എന്താണ്? ശകുന്തള ചോദിച്ചു. നീ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു മുല്ലവള്ളി ആ മാവിൽ പടർന്നു കയറിയതുപോലെ തോന്നുന്നു. എന്തൊരു മനോഹരമായ വർണ്ണന, അല്ലേ? അനസൂയ പറഞ്ഞു, ഓ ശകുന്തളെ, ഇതാ നീ വള്ളികളുടെ വെളിച്ചം എന്നു പേരിട്ട മുല്ലവള്ളി. അവൾ ആ മാവിനെ ഭർത്താവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ശകുന്തള പറഞ്ഞു, നിന്നെ എന്തിനാണ് എല്ലാവരും മുഖസ്തുതി പറയുന്നവൾ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ മറഞ്ഞു നിൽക്കുന്ന രാജാവ് മനസ്സിൽ പറയുന്നു, പക്ഷേ ഈ മുഖസ്തുതി സത്യമാണ്. അവളുടെ കൈകൾ ഇളം തളിരുകളാണ്. അവളുടെ ചുണ്ടുകൾ ചുവന്ന പൂമൊട്ടുകളാണ്. അവളുടെ സൗന്ദര്യത്തിൽ യൗവനം വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാജാവ് ശകുന്തളയുടെ സൗന്ദര്യത്തിൽ പൂർണ്ണമായും മയങ്ങിപ്പോയി. ശകുന്തള മുല്ലവള്ളിയുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷത്തോടെ നോക്കിപ്പറഞ്ഞു, എന്തൊരു നല്ല ജോഡി. മുല്ലവള്ളി അതിന്റെ പുതിയ പൂക്കളിൽ യൗവനം കാണിക്കുന്നു. മാവാകട്ടെ പഴുത്ത മാങ്ങകളാൽ അതിന്റെ ശക്തിയും കാണിക്കുന്നു. അവൾ അവരെ തന്നെ നോക്കി നിന്നു. അനസൂയ പറഞ്ഞു, നോക്കൂ ശകുന്തളെ, കണ്വ മഹർഷി നിന്നെ പരിപാലിച്ചതുപോലെ തന്നെ സ്വന്തം കൈകൊണ്ട് നട്ടുവളർത്തിയ ഒരു വസന്തവള്ളിയുണ്ട്. നീ അവളെ മറന്നുപോയോ? ശകുന്തള ആ വള്ളിയുടെ അടുത്തേക്ക് പോയി അതിശയത്തോടെ പറഞ്ഞു, അദ്ഭുതം. പ്രിയംവദേ, എനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവളെ? പ്രിയംവദ ചോദിച്ചു. ഇതതിന്റെ കാലമല്ല. എന്നിട്ടും ഈ വസന്തവള്ളിയിൽ വേരുമുതൽ മൂടിവരെ മൊട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് കൂട്ടുകാരി 2 പേരും ഓടിച്ചെന്ന് ചോദിച്ചു, സത്യമാണോ? തീർച്ചയായും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? പ്രിയംവദ സന്തോഷത്തോടെ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എങ്കിൽ എനിക്കും നിന്നോടൊരു സന്തോഷവാർത്ത പറയാനുണ്ട്. നിന്റെ വിവാഹം ഉടൻ നടക്കും. ആവേശത്തോടെ അനസൂയ പറഞ്ഞു. പ്രിയംവദേ, അതുകൊണ്ടുതന്നെയാവണം ശകുന്തള ഇത്ര സ്നേഹത്തോടെ ഈ വള്ളിക്ക് വെള്ളമൊഴിക്കുന്നത്. ശകുന്തള പറഞ്ഞു, അവൾ എന്റെ സഹോദരിയാണ്. ഞാനെന്താ അവൾക്ക് വെള്ളം കൊടുക്കാതിരിക്കേണ്ടത്? അവൾ തന്റെ കൈയിലിരുന്ന് കുടം ചരിച്ച് വെള്ളമൊഴിച്ചു. പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത സംഭവം നടന്നു. ശകുന്തള അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഒരു വണ്ട് മുല്ലവള്ളിയിൽ നിന്ന് പറന്ന് എന്റെ മുഖത്തേക്ക് വരുന്നു. ശകുന്തളെ ആ വണ്ട് വല്ലാതെ ശല്യപ്പെടുത്താൻ തുടങ്ങി.
ഓ കൂട്ടുകാരി, ഈ ഭയങ്കരനായ വണ്ടിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. കൂട്ടുകാരായ അനസൂയയും പ്രിയംവതിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ഞങ്ങളാരാണ്? ദുഷ്യന്ത മഹാരാജാവിന് വിളിക്കൂ. അദ്ദേഹമാണല്ലോ ഈ ആശ്രമത്തിന്റെ സംരക്ഷകൻ. ഹഹഹ, കൂട്ടുകാരി ശകുന്തളയെ കളിയാക്കുകയാണ്. പക്ഷേ അവർക്കറിയുണ്ടായിരുന്നില്ല ആ രാജാവ് അവിടെ തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.